എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്രിക്കുട്ടൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നു അവന് ഷവർമ്മ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ലുലുവിൽ പോയിട്ട് എന്നാൽ ആദ്രിക്കുട്ടൻ്റെ ഒരു ഷവർമ്മ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഷവർമ്മയൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ആ ഫുഡ് കോർട്ടിലിരുന്നിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാം ആദ്രിക്കുട്ടൻ അത് കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ആദ്രിക്കുട്ടൻ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അവൻ നന്നായിട്ട് ആ ഡാൻസൊക്കെ കളിക്കട്ടെ, അപ്പോൾ എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പേടിപ്പിക്കാതിരിക്കുക. അപ്പം അവർ കൂടുതൽ ബോൾഡ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവനങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ടുള്ള നിലയിൽ അവിടെ ഒരു വലിയ അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ വലിയ മീനുകളുണ്ട്. അതൊക്കെ അവന് കാണണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മാത്രമേ അവൻ കഴിച്ചുള്ളൂ. കുറച്ച് കഴിച്ചിട്ടാണ് ഈ ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ കാണാം ഒരു വലിയൊരു തെരണ്ടി ഉണ്ടല്ലോ, തെരണ്ടിന്നോ തെരച്ചിന്നോ ഒക്കെ പറയും. ആ കാണുന്നതാണ്. അത് ആദ്രിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുകയാണ്. ഈ കാണുന്നത് കണക്കല്ല, വലിയതാണ്. അതേപോലെ തന്നെ അതിൻ്റെ വാലെന്ന് പറഞ്ഞാൽ നല്ല നീളമുണ്ട്. അങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളിയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും. നമുക്ക് അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ആദ്രിക്കുട്ടൻ്റെ കൂടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അല്ലേ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അത് ഇങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ വായൊന്ന് നോക്കിക്കുക, കണ്ണാണ് തോന്നുന്നല്ലേ, വായും ഒക്കെ നോക്കിയാണ് എന്ത് രസമാണെന്ന്. അപ്പോൾ അതിൽക്കൂട്ടെ അവിടെ കുറേ നേരം ഇരുന്ന് കളിച്ചതിന് ശേഷം അവൻ പറഞ്ഞു അവന് ഐസ് മുട്ടായി വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളന്ന് ഐസ് മുട്ടായിയൊക്കെ മേടിച്ചു. പിന്നെ അതിന് ശേഷം ഈലെന്ന് പറയുന്ന ഒരു ഫിഷാണ് ഈ കാണുന്ന അക്വേറിയത്തിലുള്ളത്. അപ്പം അതിനകത്ത് പിന്നെ കുറേ ചെറിയ ചെറിയ മീനുകൾ ആ അക്വേറിയം നിറയെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അതായത് ആകാശത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ നിൽക്കുന്ന കണക്കാണ് ഈ ഒരു അക്വേറിയത്തിൽ. ഇടത്തരം മീനുകളാണ് കേട്ടോ അതിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ഞാൻ പറഞ്ഞ ഈലാണിത്. പിന്നെ ആ ചെറിയ 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 മീനുകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ ചെറുതാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ആകാശത്തിൽ നിറയെ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു അക്വേറിയത്തിലൂടെ ഈ മീനുകൾ ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് അവന് മുട്ടായിയൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ബാബിലി വന്നിട്ട് ഒരു ചെറിയൊരു കഷ്ണം നമ്മൾ ചക്ക എടുത്തു കേട്ടോ, ചക്ക. അപ്പോൾ ചക്കയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ. അപ്പോൾ ഒരു ചെറിയ പീസ് ചക്കയൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ അതൊക്കെ ഇറുത്തെടുത്തിട്ട് അന്നേരം തന്നെ അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ, ടേക്ക് കെയർ.